ഹലോ എവ്രി വൺ. നമ്മൾ നയൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത് അല്ലേ. അതിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. റിഫ്രാക്ഷൻ. Let's do an activity to understand the reason behind a straw appearing bent when dipped in lemonade. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം നിറച്ചു വെച്ച ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്ട്രോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ബെൻഡ് ചെയ്ത പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ കാരണമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. A straw is kept obliquely in a glass as shown in the figure 1.5a. ഒബ്ലീക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിച്ച് വെക്കുക അല്ലെ. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം ഒരു സ്ട്രോ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ ദ ഗ്ലാസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ്? ഡ്രോ യുവർ ഒബ്സർവേഷൻ ഇൻ ദി സയൻസ് ഡയറി. ഇതാ ഇവിടെ അല്ലെ, ഈ ഫസ്റ്റ് വണ്ണിൽ എന്താ, വെള്ളം ഒഴിക്കാണ്ടാണ് സ്ട്രോ വെച്ചിട്ടുള്ളത് അല്ലെ. വെള്ളം ഒഴിക്കാണ്ട് സ്ട്രോ വെച്ചപ്പോൾ എങ്ങനെയാണ് ഉള്ളത്? ഒന്നുമില്ല അല്ലെ. എങ്ങനെയാണോ സ്ട്രോ ഇട്ടത് അതുപോലെ തന്നെയാണ് ഉള്ളത്. പകരം വെള്ളം ഒഴിച്ചതിന് ശേഷമോ എങ്ങനെയാ വന്നിട്ടുള്ളത്? ഇങ്ങനെ സ്ട്രോ പുറത്താണെങ്കിൽ കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത പോലെയാണ് വന്നിട്ടുള്ളത് അല്ലെ. ഒന്ന് ശരിക്കും ഇങ്ങനെയാണ് സ്ട്രോ വേണ്ടത്, പക്ഷെങ്കിൽ എന്താ, ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒന്ന് ബെൻഡ് ചെയ്ത പോലെയാണ് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. വൈ ഡസ് ദ സ്ട്രോ അപ്പിയർ ബെൻഡ്? ഈ സ്ട്രോ ബെൻഡ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് രണ്ട് മീഡിയം ഉണ്ട്. ഇതൊരു മീഡിയമാണ്, ഇതൊരു മീഡിയമാണ്, ഇത് രണ്ടാമത്തെ മീഡിയമാണ്. ഇവിടെ ഈ ഗ്ലാസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എയർ ഉണ്ട് അല്ലെ. ഈ വെള്ളത്തിന്റെ മേൽഭാഗത്തായിട്ട് എയർ ഉണ്ട്. പിന്നെ എന്താണ്, ഇവിടെ വാട്ടറും ഉണ്ട് അല്ലെ, വെള്ളമുണ്ട്. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് ചെരിഞ്ഞ് പതിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത പോലെ, സോറി ഞാൻ ഒന്ന് മാറ്റി വരക്കാം, ഇത് നേരെ തന്നെ വരച്ചു പോയി. എങ്ങനെയാ വന്നിട്ടുള്ളത്? ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത പോലെയാണ് അല്ലെ. ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത പോലെ കാണാനായിട്ട് പറ്റും അല്ലെ. ബെൻഡ് ചെയ്ത പോലെ കാണാനായിട്ട് പറ്റും. A straw is kept in a trough. Observe the path of the ray of light from the straw falling on the ice before and after filling the trough with water. ഇവിടെ എന്താ, രണ്ട് പാത്രം വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് ഒരു സ്ട്രോ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എന്താ നോക്കാനാണ് പറഞ്ഞത്. നോക്കുമ്പോൾ എന്താണ്, ഈ സ്ട്രോ എവിടെയാണോ വെച്ചിട്ടുള്ളത് അതിന്റെ അടിഭാഗം കാണാനായിട്ട് പറ്റുന്നുണ്ട്. നേരെ മറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോഴോ ഈ അടിഭാഗത്തിൽ നിൽക്കുന്ന സ്ട്രോ നമുക്ക് കുറച്ച് ഉയർന്നതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. എന്താണ്, ശരിക്കും ഇവിടെയാണ് സ്ട്രോ ഉള്ളത്, പക്ഷെങ്കിലോ നമ്മളുടെ കണ്ണ് കൊണ്ട് എവിടെയാ കാണാനാകുന്നത്? ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ട്രോ കാണാനായിട്ട് വന്നിട്ടുള്ളത് അല്ലെ. സ്ട്രോ എന്താണ്, റേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, കുറച്ച് പൊങ്ങിയിട്ടാണ് ഉള്ളത്. അതിന്റെ കാരണം എന്തായിരിക്കും? ഇതാണ് അതിന്റെ കാരണം. എന്ത്? റിഫ്രാക്ഷൻ ആണ് ഇതിന്റെ കാരണം എയർ അല്ലെ, എയറിൽ നിന്ന് വെള്ളത്തിലേക്കാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? സ്ട്രോ ഒന്ന് ബെൻഡ് ചെയ്യും അല്ലെ. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? എയറിലൂടെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു മാധ്യമം, ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കില്ല? ബെൻഡിങ് സംഭവിക്കില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എവിടെയാണോ ഉള്ളത് അതാണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? വെള്ളം ഒഴിച്ചപ്പോൾ ശരിക്കുള്ള സ്ട്രോ ഇവിടെയാണുള്ളത്, പക്ഷെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ബെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ലൈറ്റ് കുറച്ച് ബെൻഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് ഉയർന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. Is there a deviation for the ray of light falling on the eye from point B of the straw before pouring water? ഉണ്ടോ? വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഈ സ്ട്രോയിലേക്ക് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ഇല്ല അല്ലെ. After the water is poured, the ray of light from the immersed part of the straw entering air from water is deviated at the surface of separation അല്ലെ.
വെള്ളം ഒഴിക്കാത്ത സമയത്ത് ഒരു ഡീവിയേഷനും സംഭവിച്ചിട്ടില്ല. പക്ഷെ വെള്ളം ഒഴിച്ചപ്പോൾ ഇവിടെ രണ്ട് മീഡിയം വന്നു അല്ലെ, എയറും ഉണ്ട് വാട്ടറും ഉണ്ട്. വെള്ളം ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സർഫസ് ഓഫ് സെപ്പറേഷൻ. സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീഡിയത്തിന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഭാഗത്തിൽ വെച്ച് സ്ട്രോ എന്ത് ചെയ്തിട്ടുണ്ട്? ബെൻഡ് ചെയ്തതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. Doesn't the ray of light appear to come from C, though it is actually coming from B? എന്താ പറഞ്ഞിട്ടുള്ളത്? Doesn't the ray of light appear to come from C? സിയിൽ നിന്ന് വരുന്നത് പോലെയല്ലേ തോന്നുന്നത്, പക്ഷെ ശരിക്കും എന്താ ബിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഈ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ കാരണം നമുക്ക് സിയിൽ നിന്ന് വരുന്നത് പോലെയാണ് തോന്നുന്നത് അല്ലെ, ലൈറ്റ് സിയിൽ നിന്ന് വരുന്നത് പോലെയാണ് തോന്നുന്നത്. The straw appears bent as the actual position B seems to have risen to the position C. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ശരിക്കുള്ള ആക്ച്വൽ പൊസിഷൻ ഏതാ? ബി ആ. പക്ഷെ വെള്ളം ഒഴിച്ചപ്പോൾ അവിടെ രണ്ട് മീഡിയം വന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? റിഫ്രാക്ഷൻ സംഭവിച്ചു. അപ്പൊ ഈ സ്ട്രോ കുറച്ച് ബെൻഡ് ചെയ്ത പോലെ തോന്നി. ബെൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്ന് റൈസ് ചെയ്ത് അല്ലെ, റൈസ് ചെയ്ത്. അപ്പൊ നമുക്ക് കുറച്ച് പൊങ്ങിയതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. When a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation at the surface of separation of the medium. This phenomenon is refraction. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചത് അല്ലെ. എന്താണ്? രണ്ട് മീഡിയം ഉണ്ട്. ഇത് ആദ്യത്തെ മീഡിയം, ഇത് രണ്ടാമത്തെ മീഡിയം. ഈ രണ്ട് മീഡിയത്തിലും സ്പീഡ് വ്യത്യാസമായിരിക്കും അല്ലെ, സ്പീഡ് വ്യത്യാസം വരാനുള്ള കാരണം ആരാ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പൊ ഇതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ഇതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? വേറെ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു ലൈറ്റ് ചെരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മീഡിയത്തിൽ നിന്നും രണ്ടാമത്തെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട്, ഈ ഒരു സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് റേ കുറച്ച് ബെൻഡ് ചെയ്ത് പോകുന്നത് പോലെ കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചെരിഞ്ഞ്. ഒബ്ലീക്ലി എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ ഓഫ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞ് പതിക്കുമ്പോൾ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്തതുപോലെ കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. The ability of light to undergo refraction in a medium depends on the optical density of the medium. അല്ലെ, എന്താണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സെയിം ആണെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കോ? ഇല്ല. വ്യത്യസ്ത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കണം അല്ലെ. അങ്ങനെ വ്യത്യസ്ത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ റിഫ്രാക്ഷൻ സംഭവിക്കും. The optical density is in turn related to the refractive index of the medium. എന്താ? ഈ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് ഇപ്പൊ തന്നെ പഠിക്കാം. അടുത്തതായിട്ട് വരുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് നമുക്ക് പഠിക്കാം. The role of refractive index is very important in designing various optical devices. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? റിഫ്രാക്ഷന് ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ? ഒരു ലൈറ്റ് ഒബ്ലീക്ലി ചെരിഞ്ഞ് പതിക്കുവാണെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയം, ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ഡയറക്ഷന് ഒരു ചേഞ്ച് ഉണ്ടാവും. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയാ. ഈ റിഫ്രാക്ഷൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സിനെ നമ്മൾ എഫ് വെച്ച് ഡിനോട്ട് ചെയ്യും അല്ലേ, ആക്സിലറേഷൻ ആണെങ്കിൽ എ വെച്ച് ഡിനോട്ട് ചെയ്യും. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിനോട്ട് ചെയ്യുക ചെറിയ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബൈ വി ആണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. ഈ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് വാക്വത്തിലൂടെയുള്ള സ്പീഡ് എന്താണ്? ലൈറ്റിന് വാക്വത്തിലൂടെയുള്ള സ്പീഡിനെയാണ് സി എന്ന് പറയാം. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് മീഡിയത്തിലൂടെയുള്ള സ്പീഡ്. അപ്പൊ ലൈറ്റിന് വാക്വത്തിലൂടെയുള്ള ലൈറ്റിന് മീഡിയത്തിലൂടെയുള്ള സ്പീഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എൻ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് വാക്വത്തിലൂടെയുള്ള ലൈറ്റിന് മീഡിയത്തിലൂടെയുള്ള സ്പീഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ എന്താ? ഇമ്പോർട്ടൻ്റ് ആണ്. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് വാക്വത്തിലൂടെയുള്ള സ്പീഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ലൈറ്റിന് മീഡിയത്തിലൂടെയുള്ള സ്പീഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. ഈ സിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എന്താ? സിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. എക്സാമിന് ഒന്നുമില്ലെങ്കിൽ എൻ കാണാൻ ചോദിക്കും, അല്ലെങ്കിൽ വി കാണാൻ ചോദിക്കും. ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ വി. എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അല്ലെ, ഇത് കാണാനായിരിക്കും ചോദിക്കുക. കാരണം എന്താ? സി കാണാൻ ചോദിക്കില്ല. കാരണം സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സിന്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എൻ ആണ്. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ വാക്വത്തിലൂടെയുള്ള സ്പീഡിനെ ലൈറ്റിന്റെ മീഡിയത്തിലൂടെയുള്ള സ്പീഡിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സിന്റെ വാല്യൂ വരുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വിന്റെ വാല്യൂ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും, എന്നിട്ട് എൻ കാണാനായിട്ട് പറയും. ചിലപ്പോൾ എൻ കാണാനായിട്ട് പറയും, വി കാണാനായിട്ട് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ സിന്റെ വാല്യൂ എന്താ? എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണ്? നമുക്ക് നോക്കാം അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണ്? സി ഉണ്ട് അല്ലെ. സിന്റെ യൂണിറ്റ് എന്തെന്നാ? സ്പീഡാണ് അല്ലെ. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ എന്താണ്? വി ഉണ്ട്. വിയും എന്താ? സ്പീഡ് തന്നെയാണ് അല്ലെ. വിയും സ്പീഡ് തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതും വെട്ടിപ്പോവും അല്ലെ. അപ്പൊ എന്നിന്റെ യൂണിറ്റ് എന്തെന്നാ? ഒന്നും ഇല്ല. എന്നിന് യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹാസ് നോ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ് ആര്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് വാക്വത്തിലൂടെയുള്ള സ്പീഡ്, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന് മീഡിയത്തിലൂടെയുള്ള സ്പീഡ്, എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിലുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ. ഫസ്റ്റ് നോക്ക്, ഇവിടെ മീഡിയം തന്നിട്ടുണ്ട് അല്ലെ. മീഡിയം ഏതാ? എയർ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 3 × 10⁸. ലൈറ്റിന് എയറിലൂടെയുള്ള സ്പീഡാണ് ഇത്. ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് ഇക്വേഷൻ അറിയാലോ. എൻ ഈസ് ഈക്വൽ ടു സി ബൈ വി അല്ലെ. സിന്റെ വാല്യൂ എത്രയാ? 3 ×
10⁸ അല്ലെ, ഡിവൈഡഡ് ബൈ വി എന്തായിരുന്നു? ലൈറ്റ് മീഡിയത്തിലൂടെയുള്ള സ്പീഡ്. ലൈറ്റ് ഏത് മീഡിയത്തിലൂടെ? എയറിലൂടെയാണ് പോകുന്നത്. എയറിലൂടെയുള്ള സ്പീഡ് എത്രയാ? 3 × 10⁸ അല്ലെ, 3 × 10⁸ അല്ലെ. ഇത് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അപ്പൊ എന്താ? മേലെയും താഴെയും ഒരേപോലെയുള്ള ആൾക്കാർ. അപ്പൊ ആൻസർ കിട്ടുക 1 അല്ലെ. ഇനി അടുത്ത നോക്കാം, ഗ്ലാസിന്റെ എന്താ കാണേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണ് കാണേണ്ടത് അല്ലെ. അപ്പൊ N = C ഡിവൈഡഡ് ബൈ V. സിന്റെ വാല്യൂ എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, ഡിവൈഡഡ് ബൈ V എത്രയാ? V എത്ര തന്നിട്ടുള്ളത്? V എത്രയാ? ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് 2 × 10⁸ അല്ലെ, 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡും വെട്ടി. പിന്നെ എന്ത്? 10⁸ 10⁸ വെട്ടാം അല്ലെ. ഇതും വെട്ടി. അപ്പൊ ബാക്കി എന്ത് വരും? 3/2 അല്ലെ. 3/2 എത്രയാ? 3/2 ഡിവൈഡ് ചെയ്ത് നോക്ക്. 3 എത്രയാ? 1 അല്ലെ. അപ്പൊ 2 പോയി. പിന്നെ എന്ത് വരും? 0.5 അല്ലെ. അപ്പൊ ആൻസർ എത്രയാ? 1.5. ഇവിടെ എത്ര വരും? 1.5 വരും അല്ലെ, 1.5. ഇനി അടുത്ത വാട്ടറിന്റെ നോക്കാം. വാട്ടറിന്റെ ഇക്വേഷൻ എന്നാ? N = C/V. C എത്രയായിരുന്നു? 3 × 10⁸ ഡിവൈഡഡ് ബൈ V എത്രയാ? V വാട്ടറിലൂടെയുള്ള സ്പീഡ് 2.25 അല്ലെ, 2.25 × 10⁸. മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, അത് വെട്ടിപ്പോയി. 10⁸ 10⁸ വെട്ടി. പിന്നെ എന്താ ബാക്കിയുള്ളത്? 3ഉം 2.25ഉം ബാക്കിയുണ്ട് അല്ലെ. അപ്പോൾ 3/2.25. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര വരിക? 1.33 എന്ന് കിട്ടും. എത്ര? 1.33. ഇത് ഡിവൈഡ് ചെയ്യുന്ന അറിഞ്ഞൂടെ? ഈ പോയിന്റിനെ മാറ്റിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലെ. എന്നിട്ട് ആൻസർ എത്രയാണ് കിട്ടിയത്? 1.33 എന്ന് കിട്ടി. ഇത് ക്ലിയർ അല്ല? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the refractive index of diamond is 2.4, what is the speed of light that passes through it? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കട്ടാ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കിയിട്ട് അത് എടുത്ത് എഴുതാം. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലെ, N തന്നിട്ടുണ്ട്. എത്രയാണ്? 2.4 ആണ്. പിന്നെയോ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? എന്താണ്? ഡയമണ്ടിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ C ആണോ കണ്ടുപിടിക്കേണ്ടത് അല്ലെ V ആണോ കണ്ടുപിടിക്കേണ്ടത്? V ആണ് അല്ലെ. ഡയമണ്ട് ഒരു മീഡിയം അല്ലേ അല്ലെ, അപ്പൊ V ആണ് കണ്ടുപിടിക്കേണ്ടത്. സിന്റെ വാല്യൂ നമുക്കറിയാലോ. C = 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ഇനി നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? N = C/V ആണ് എന്നറിയാം. എന്താ നമുക്ക് കാണേണ്ടത്? V ആണ് അല്ലെ കാണേണ്ടത്. V എങ്ങനെയാ കാണാം? V = C/N. C എത്രയാ കിട്ടിയിട്ടുള്ളത്? C എത്രയാ? 3 × 10⁸ അല്ലെ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ N എത്രയാ? 2.4. 2.4ന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, 2.4ന് യൂണിറ്റ് ഇല്ല. കാരണം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 3/2.4 എത്ര വരും? 1.25 വരും. പിന്നെ എന്താ? ഒരു 10⁸ ഉണ്ട് അല്ലെ, ഇൻറ്റു 10⁸. യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ. നെക്സ്റ്റ്, how is the speed of light related to the refractive index? എന്താ? how is the speed of light related to the refractive index? നമുക്ക് നോക്കാം. N = C/V ആണെന്ന് അറിയാം അല്ലെ. N എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് മീഡിയം ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്ക്, N കൂടുവാണെങ്കിൽ ഈ V എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? കുറയും അല്ലെ. N കൂടുവാണെങ്കിൽ V കുറയും. അതേപോലെ N കുറയാണെങ്കിലോ V കൂടും. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ സ്പീഡ് കുറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാണെങ്കിൽ സ്പീഡ്
കൂടും. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ അവിടെ സ്പീഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുകയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. If so, write down how optical density is related to refractive index in the science diary. എങ്ങനെയായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി റിലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എന്താണെന്നുള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്താണ് സംഭവിക്കുക എന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ. You have understood that a ray of light entering obliquely from one medium to another with different optical densities undergo deviation at the surface of separation of the two medium. You have understood that a ray of light entering obliquely from one medium to another with different optical density undergo deviation. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റേ ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വ്യത്യസ്തമായ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്ക് ചരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഈസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ദ സെയിം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ സെയിം? എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ വന്ന് അടിച്ച് ഇങ്ങനെ പോന്നു അല്ലെ. ഇവിടുന്നോ എങ്ങനെയാ പോകുന്നത്? ഏറോ മാർക്ക് എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്കാ അല്ലെ. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോന്നു. അപ്പോ ഈ ഒരു ചിത്രത്തില് എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് അല്ലെ പോകുന്നത്. ഈ ഒരു ചിത്രത്തിൽ നിന്നോ വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. ഈ രണ്ട് ചിത്രവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്ന് എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് പോകുന്നത്, ഒന്ന് വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. യെസ്, അത് ഒരു വ്യത്യാസമാണ്. അതല്ലാണ്ട് വേറെ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ ഈ നോർമലില്ലേ, നോർമലിൻ്റെ കൂടി അടുത്ത് കൂടിയാണ് പോകുന്നത് അല്ലെ. ഇവിടെയോ വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോഴോ നോർമലിൽ നിന്ന് ദൂരോട്ടാണ് അല്ലെ പോകുന്നത്. നോർമലിൽ നിന്ന് ദൂരോട്ടാണ് പോകുന്നത്. നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്പീഡിന്റെ ഓർഡർ അല്ലെ. സ്പീഡിന്റെ ഓർഡർ എങ്ങനെയായിരുന്നു? എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, ഇങ്ങനെ ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, സ്പീഡിന്റെ ഓർഡർ. ഇതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഒരു ഓർഡറും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ അല്ലെ, ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്ക്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഡയമണ്ടിന്, പിന്നെ ഗ്ലാസിന്, പിന്നെ വാട്ടറിന്, പിന്നെ എയറിന് അല്ലെ. ഏറ്റവും കൂടുതൽ ആർക്കാ? ഡയമണ്ടിന് അല്ലെ. ഇവിടെ നോക്ക്, വാട്ടറിൽ നിന്ന് എയറിലേക്ക് കൂടുതൽ ഉള്ളിടത്തിൽ നിന്ന് കുറവിലേക്കാണ് അല്ലെ പോകുന്നത്. കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളിടത്തിൽ നിന്ന് കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളിടത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ കൂടുതൽ ഉള്ളിടത്തിൽ നിന്നും കുറവിലേക്കാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ നോർമലിൽ നിന്ന് അകന്നായിരിക്കും ഉണ്ടാവുക. എന്താണ്? കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളിടത്തിൽ നിന്നും കുറഞ്ഞ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്കാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ നോർമലിൽ നിന്ന് ദൂരോട്ട് അകന്നായിരിക്കും പോവുക, എവേ ഫ്രം നോർമൽ ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ എന്താ ഉള്ളത്? എയറിൽ നിന്ന് വാട്ടറിലേക്ക് അല്ലെ. എയറിൽ നിന്ന് വാട്ടറിലേക്ക്, എയർ കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്, വാട്ടറിന് കൂടുതലാണ് അല്ലെ. കുറവിൽ നിന്നും വലുതിലേക്കാ പോകുന്നതെങ്കിലോ ടുവേർഡ്സ് ദി നോർമലിന് അടുത്തായിരിക്കും അല്ലെ. ഈ ഒരു ആംഗിൾ ചെറുതായില്ലേ, ഈ ഒരു ആംഗിൾ ചെറുതാ, പക്ഷെങ്കിലോ ഇവിടുത്തെ ആംഗിൾ കുറച്ച് വലുതാ അല്ലെ. ഇവിടുത്തെ ആംഗിൾ വലുതായിട്ടാണ് കിട്ടിയത്, ഇവിടുത്തെ ആംഗിൾ വലുതാണ്, ഇവിടുത്തെ ആംഗിൾ ചെറുതുമാണ്. അപ്പൊ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ചെറുതിൽ നിന്ന് അല്ലെ, ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ ഈ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? ചെറുതായിരിക്കും അല്ലെ. ചെറുത് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്തെന്നാ? എന്നിന്റെ ഓടി അടുത്ത്, ടുവേർഡ്സ് ദി നോർമൽ. എന്താണ്? ടുവേർഡ്സ് ദി നോർമൽ, എന്നിന് ചേർന്നാണ് ഉണ്ടാവുക.
പിന്നെയോ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഈ ആംഗിൾ എന്താണ്? വലുതല്ലേ കിട്ടുന്നത്? വലുതായിരിക്കും അല്ലെ? വലുതായിരിക്കും. അതായത് എവേ ഫ്രം നോർമൽ ആയിരിക്കും. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഓർഡർ നിങ്ങൾ എല്ലാവരും ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കണം. എന്നിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്തോളൂ കേട്ടോ. ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ ടുവേർഡ്സ് ദി നോർമലും, വലുതിൽ നിന്ന് ചെറുതിലേക്കാണെങ്കിൽ എവേ ഫ്രം ദി നോർമലും ആയിരിക്കും. നോർമലിൽ നിന്ന് ദൂരോട്ട്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ നോർമലിൽ നിന്ന് അടുത്തോട്ടും, വലുതിൽ നിന്ന് ചെറുതിലേക്കാണെങ്കിൽ നോർമലിൽ നിന്ന് ദൂരോട്ടും ആയിരിക്കും. The ray falling on the surface of separation of two medium is the incident ray. അല്ലെ, ഇൻസിഡന്റ് റേ നിങ്ങൾക്ക് അറിയില്ല എന്താണ്? ഇവിടെ വന്ന് പതിക്കുന്ന ഒരു റേ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയും അല്ലെ. ഇവിടെ ഏതാ? എയും ബിയും ഇൻസിഡന്റ് റേ ആണ്. ഇവിടെ വന്ന് പതിക്കുന്ന ആരാ? പി ക്യൂ ആണ് അല്ലെ. The ray which undergoes refraction is the refracted ray. അല്ലെ, റിഫ്രാക്ഷൻ സംഭവിച്ച റേനെ എന്ത് വിളിക്കും? റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കും. The angle between refracted ray and normal is the angle of incident. റിഫ്രാക്റ്റഡ് റേയും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ഈച്ച് ഫിഗർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ചിത്രം നോക്കിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗറിൽ ഇൻസിഡന്റ് റേ ഏതാ? ഇൻസിഡന്റ് റേ എ ബി. രണ്ടാമത്തെ ഇൻസിഡന്റ് റേ ഏതാ? ആർ ക്യൂ അല്ലെ, ആർ ക്യൂ. എന്താണ്? ആർ ക്യൂ. ഇവിടെ എഴുതുന്നുണ്ട്, ഇവിടത്തേക്ക് എഴുതാൻ പറ്റില്ല, അപ്പൊ ഇവിടെ എഴുതുന്നുണ്ട്. ഇൻസിഡന്റ് റേയിലെ ഫിഗർ 2 എന്താണ്? ആർ ക്യൂ ആണ്. ഇനി റിഫ്രാക്റ്റഡ് റേ, ഫിഗർ 1 റിഫ്രാക്റ്റഡ് റേ ഏതാ? ഇതല്ലേ? ബി സി അല്ലെ, ബി സി. ഫിഗർ 2 റിഫ്രാക്റ്റഡ് റേ ഏതാ? ആർ ക്യൂ അല്ലാലോ, സോറി ഒറ്റൊരു മിനിറ്റ്, ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഫിഗറിലെ ഇൻസിഡന്റ് റേ ഏതാ? എ ബി ആണ് അല്ലെ. ഈ രണ്ടാമത്തെ ഫിഗറിൽ എയറോ മാർക്ക് എവിടെ നിന്ന് എവിടത്തേക്കാ പോകുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കാ പോകുന്നത് അല്ലെ, വാട്ടറിൽ നിന്ന് എയറിലേക്ക്. അപ്പൊ വന്ന് പതിക്കുന്ന റേ ഏതാ? ഇതല്ലേ. അപ്പൊ പി ക്യൂ ആണ് അല്ലെ, പി ക്യൂ. എന്താണ്? പി ക്യൂ ആണ് രണ്ടാമത്തെ. റിഫ്രാക്റ്റഡ് റേ ഏതാ? ബി സി അല്ലെ, ബി സി. ഇതിലുള്ള റിഫ്രാക്റ്റഡ് റേ ഏതാ? ക്യൂ ആർ അല്ലെ, ക്യൂ ആർ. ഇവിടെ എഴുതുന്നുണ്ട് ക്യൂ ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാ? എ ബി എൻ ആണ് അല്ലെ, എ ബി എൻ. ഇവിടുത്തതോ? പി ക്യൂ എൻ ഡാഷ് അല്ലെ, പി ക്യൂ എൻ ഡാഷ്, പി ക്യൂ എൻ ഡാഷ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാ? സി ബി എൻ ഡാഷ്. ഇവിടുത്തതോ? എൻ ക്യൂ ആർ അല്ലെങ്കിൽ ആർ ക്യൂ എൻ അല്ലെ. ഏതാണ്? ആർ ക്യൂ എൻ, ആർ ക്യൂ എൻ. The angle of refraction is greater than or less than the angle of incidence. ഈ ഒരു ചിത്രത്തിൽ ഫസ്റ്റ് വണ്ണിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻസിഡന്റ് റേനേക്കാളും ഇൻസിഡന്റ് ആംഗിളിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഇവിടെ കുറവാണ് അല്ലെ, ഇവിടെ ലെസ് ആണ്, ഇവിടെയോ രണ്ടാമത്തെ ഇത് ഇൻസിഡന്റ് ആംഗിളിനേക്കാളും കൂടുതലാണ് റിഫ്രാക്റ്റഡ് അല്ലെ. ഇവിടെ എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലെ, ഗ്രേറ്റർ. ഇവിടെ ലെസ് ആണ്, ഇപ്പുറം ഗ്രേറ്റർ ആണ്. ക്ലിയർ അല്ലേ? What peculiarities do you see in the deviation of refracted ray of light when it enters from air to water and from water to air? Record them in the science diary. എയറിൽ നിന്ന് വാട്ടറിലേക്കും വാട്ടറിൽ നിന്ന് എയറിലേക്കും വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയത്? എയർ അല്ലെ, എയറിൽ നിന്ന് വാട്ടറിലേക്ക് അല്ലെ. എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുമാണ് അല്ലെ.
കുറവിൽ നിന്ന് വലുതിലേക്ക്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവിൽ നിന്ന് വലുതിലേക്ക് വരുമ്പോൾ നോർമലിന് അടുത്തായിട്ടാണ് വരുന്നത് അല്ലെ. ഇനി വാട്ടറിൽ നിന്ന് എയറിലേക്കാണെങ്കിലോ, എവേ ഫ്രം ദി നോർമൽ ആണ് അല്ലെ. വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതാണ് അല്ലെ. കൂടുതലുള്ളിടത്തിൽ നിന്നും കുറവിലേക്ക് വരുമ്പോൾ ഈ നോർമലിൽ നിന്നും ദൂരോട്ടാണ് പോകുന്നത്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണെങ്കിൽ ടുവേർഡ്സ് ദി നോർമലും, മറ്റേതാണെങ്കിൽ എവേ ഫ്രം ദി നോർമലും ആണ്. How does the direction of light change when a ray of light enters obliquely from air to water? എയറിൽ നിന്ന് വാട്ടറിലേക്ക്, ചെറുതിൽ നിന്നും വലിയ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് വരുമ്പോൾ ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമലിന് അടുത്തായിട്ട് വരും. How does the direction of light change when a ray of light enters obliquely from water to air? വാട്ടറിൽ നിന്ന് എയറിലേക്ക്, വലുതിൽ നിന്നും ചെറുതിലേക്ക്, ഡീവിയേറ്റ്സ് away from the normal അല്ലേ. ഒക്കെ നമ്മൾ പിക്ചറിൽ കണ്ടതാണ് അല്ലേ. ഒബ്സർവ് ദ ഫിഗേഴ്സ് ദാറ്റ് ഷോ ലൈറ്റ് പാസിംഗ് ത്രൂ ഡിഫറെന്റ് പെയർസ് ഓഫ് മീഡിയ. ഇവിടെ കുറച്ച് മീഡിയ തന്നിട്ടുണ്ട്, അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന കുറച്ച് ചിത്രമാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രം നോക്കിയതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Which are the figures in which the ray of light enters obliquely from an optically denser medium to a rarer medium? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് ഏതൊക്കെ ചിത്രങ്ങളിലാണ് ലൈറ്റ് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഡെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡെൻസർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത അല്ലെ. ഡെൻസർ മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടുതൽ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഉള്ളതാണ് ഡെൻസർ മീഡിയം എന്ന് പറയാം. റേറർ മീഡിയം എന്നാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് അല്ലെ. ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് പോകുന്നത്, ഇവിടെ കുറവിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതല്ല. ഇവിടെയോ ഗ്ലാസിൽ നിന്ന് വാട്ടറിലേക്ക്, ഗ്ലാസ് വാട്ടറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് അല്ലെ. അപ്പൊ ഒരു ആൻസർ ഏതാ? B1 അല്ലെ. ബി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെയോ എങ്ങനെയാ? എയറിൽ നിന്ന് വാട്ടറിലേക്ക്. അപ്പൊ ഇതല്ല. ഇതോ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക്. അപ്പൊ ഇതും വരും അല്ലെ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് ഇതും വരും. ഇവിടെയോ ഗ്ലാസിൽ നിന്ന് വാട്ടറിലേക്ക്. അപ്പൊ ഇതും വരും അല്ലെ. ബിയും ഡിയും ഇയും വന്നു. ഇവിടെയോ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്. ഇത് വരില്ല. കാരണം എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നത്. നമുക്ക് ഏതാ വേണ്ടത്? ഡെൻസറിൽ നിന്ന് റെയറിലേക്കാ, കൂടുതലുള്ളിടത്തിൽ നിന്ന് കുറവിലേക്ക്. അപ്പൊ ആൻസർ BDE അല്ലെ. ഇൻ ദിസ് കേസ് ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്? ഈ ബിയിലും ഡിയിലും ഇയിലും റിഫ്രാക്റ്റഡ് റേ ഏത് ഡയറക്ഷനിലേക്കാണ് ഡീവിയേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ബിയില് ഏത് ഡയറക്ഷനിലേക്കാണ് ഡീവിയേറ്റ് ചെയ്തത്? നോർമലിന് അടുത്താണോ അല്ലെങ്കിൽ ദൂരോട്ടേക്കാണോ? ദൂരോട്ടേക്കാണ് അല്ലെ. ഇവിടെ എങ്ങനെയാ വന്നേ? ദൂരോട്ടേക്കാണ്. ഇവിടെ ഒന്നുമില്ല അല്ലെ. അപ്പൊ എന്താ? ടുവേർഡ്സ് ദി നോർമൽ ആണോ അല്ലെ എവേ ഫ്രം ദി നോർമൽ ആണോ? എവേ ഫ്രം ദി നോർമൽ ആണ് അല്ലെ. എവേ ഫ്രം ദി നോർമൽ ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി ഉണ്ട് അല്ലെ. ഒബ്ലീക്ലി വരുമ്പോ എന്താ? ബിയും ഡിയും മാത്രമേ വരും. ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം ആണെങ്കിൽ ബിയും ഡിയും ഇയും വരും. ഇതും വരും. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ? ഒബ്ലീക്ലി ആണ് അല്ലെ. ഒബ്ലീക്ലി ആകുമ്പോ ഇത് വരുമോ? ഇത് വരില്ല. ഈ വരില്ല. കാരണം എന്താ? ഇത് ഒബ്ലീക്ലി അല്ല, ഇത് നോർമൽ ആണ് അല്ലെ. അപ്പൊ ആൻസർ ഏതൊക്കെയാ വരിക? ബിയും ഡിയും മാത്രമാണ് വരിക അല്ലെ. അപ്പോ ബിന്റെയും ഡിന്റെയും കേസിൽ ലൈറ്റിന്റെ റേ എങ്ങനെയാ പോകുന്നത്? എവേ ഫ്രം ദി നോർമൽ ആണ്. ചൂസ് ദ ഫിഗർ ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ടുവാർഡ്സ് ദി നോർമൽ. നോർമലിന് അടുത്തേക്ക് വരുന്നത് ഏതൊക്കെ ഫിഗറിലാണ് എന്നാ ചോദിക്കുന്നത്. എയില് അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ. എയില് അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ എന്തിലാ വരുന്നത്? സിയില് വരുന്നുണ്ട് അല്ലെ. സിയില് വരുന്നുണ്ട്. പിന്നെ എന്തിലാണുള്ളത്? സിയിലും വരുന്നുണ്ട്. എഫില് വരുന്നുണ്ട് അല്ലെ. എഫില് വരുന്നുണ്ട്. ഇയിലും വരുന്നുണ്ട്. എന്തിലാ വരുന്നത്? ഇയിലും വരുന്നുണ്ട്. ACFE ഇതിലൊക്കെ അടുത്തേക്കാണ് വരുന്നത്. എയും സിയും എഫും ഇയിലും അടുത്തേക്കാണ് വരുന്നത്. ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ എ റേ ഓഫ് ലൈറ്റ്
deviate towards the normal as it passes from a one medium to another. നോർമൽ ആയിട്ട് അടുത്ത് വരുന്നത് ഏതൊക്കെ കേസിലാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താ നോർമൽ ആയിട്ടല്ല, എന്താണ് ഡീവിയേറ്റ് ടുവാർഡ്സ് ദി നോർമൽ ആയിട്ട് അടുത്ത് വരുന്നത് ഏതൊക്കെ കേസിലാണുള്ളത്? ഫ്രം എൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം ആണോ? ഫ്രം എൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ആണോ? അടുത്തേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവിൽ നിന്ന് വലുതിലേക്ക് വരണം അല്ലെ. അപ്പൊ എന്താണ്? ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം അല്ലെ. There is no refraction of light in figures 1.8c and 1.8e. What may be the reason? ഈ സിയിലും ഇയിലും ഈ രണ്ട് കേസില് റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ലൈറ്റ് റേ ഒബ്ലീക്ലി പതിക്കണം അല്ലെ. ഇവിടെ എങ്ങനെയാ പതിച്ചിട്ടുള്ളത്? നോർമൽ ആയിട്ടാണ് പതിച്ചിട്ടുള്ളത്. നോർമൽ ആയിട്ട് പതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഒബ്ലീക്ലി ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. When light enters from one medium to another, the incident ray, the refracted ray and the normal at the point of incidence will be on the same plane. ഇതാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ഇവിടെ ഒരു മീഡിയം ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ മീഡിയം ഉണ്ട്. ലൈറ്റ് ചെരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞ് പതിച്ച് പോവുകയാണെങ്കിൽ ഈ ഇൻസിഡന്റ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും ഈ നോർമൽ എന്ന് പറയുന്ന ആളും എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക, ഈ സെയിം പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ പോയിന്റ്. പിന്നെ നെക്സ്റ്റ് വൺ, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എൻ ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമൽ. എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണെങ്കിൽ ഡീവിയേറ്റ് ടുവേർഡ്സ് ദി നോർമലിന് അടുത്തായിരിക്കും ഉണ്ടാവുക. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, കൂടുതലുള്ളിടത്ത് നിന്ന് കുറവിലേക്കാണെങ്കിൽ എവേ ഫ്രം ദി നോർമലും ആയിരിക്കും. എ റേ ഇൻസിഡന്റ് നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. നോർമലായിട്ട് വന്ന് പതിക്കുകയാണെങ്കിൽ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കില്ല, ഡയറക്ഷന് മാറ്റം വരില്ല. അപ്പൊ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണോ അല്ലെങ്കിൽ ഡെൻസറിൽ നിന്ന് റെയററിലേക്കാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. റെയറർ ടു ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് ദി നോർമലും ഡെൻസർ ടു റെയറർ ആണെങ്കിൽ എവേ ഫ്രം ദ നോർമലും ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ അല്ലെ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതുവരെ എടുത്തതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.